കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ഇടത് തരംഗം 17 വാർഡുകളിൽ 13 വിജയം നേടി ഇടതുപക്ഷം മൂന്നാം ഊഴത്തിന് ഇടതുകോട്ടയായ കണ്ടാണിശ്ശേരി പഞ്ചായത്തിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് LDF. വോട്ടെണ്ണലിന്റെ തുടക്കം മുതൽ നിലനിർത്തിയ അജയ്യത അവസാനം വരെ തുടർന്നാണ് ഇടതുപക്ഷം തുടർച്ചയായ മൂന്നാം ഊഴത്തിന് ജനവിധിയിലൂടെ അംഗീകാരം നേടിയത്. 10ാം വാർഡ് തിരുവത്ര കണ്ടിയൂരിൽ ഒരു വോട്ടിനാണ് NCP സ്ഥാനാർത്ഥി ലിസ്റ്റൺ വർഗീസ് പരാജയപ്പെട്ടപ്പോൾ UDF കോട്ടയായ 7ാം വാർഡ് കൂനമൂച്ചിയിൽ CPIMന്റെ യുവമുഖം വിനു ജോൺസൺ അട്ടിമറി വിജയം നേടി. 1ാം വാർഡിൽ നിന്നും MP സജീബ്, 2ാം വാർഡിൽ നിന്നും സൗമ്യ നിമിഷ്, 3ാം വാർഡിൽ നിന്ന് സുൽഫത്ത് ബക്കർ, 4ാം വാർഡിൽ നിന്നും സൗമ്യ ധനൻ, 5ാം വാർഡിൽ നിന്നും നിവ്യ റനീഷ്, 6ാം വാർഡിൽ നിന്നും സാഫിറ അസീസ്, 8ാം വാർഡ് വെട്ടുകാട് നിന്ന് ഗംഗാധരൻ മാസ്റ്റർ, 13ാം വാർഡിൽ നിന്നും CK സുധീബ, 14ാം വാർഡിൽ നിന്നും സുനിത ഉണ്ണിമോൻ, 15ാം വാർഡിൽ നിന്നും VV തിലകൻ, 16ാം വാർഡിൽ നിന്ന് VK ദാസൻ, 17ാം വാർഡിൽ നിന്നും KT മനോജ് എന്നിവരാണ് ഇടതുപക്ഷത്തിനായി വിജയിച്ചത്. 9ാം വാർഡ് ആളൂരിൽ നിന്നും ലിയ ജോജോ, 10ാം വാർഡിൽ ജോൺ കാക്കശ്ശേരി, 11ാം വാർഡിൽ സിമി സ്റ്റെൽസൺ, 12ാം വാർഡിൽ നിന്നും ആൻലി ജിബി എന്നിവർ UDFനായും വിജയിച്ചു. കഴിഞ്ഞ തവണ 16 വാർഡുണ്ടായിരുന്ന പഞ്ചായത്തിൽ LDF 11, UDF 5 എന്നിങ്ങനെയായിരുന്നു കക്ഷിനില. ഇക്കുറി ഒരു വാർഡ് വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നതിനേക്കാൾ സീറ്റുകൾ വർദ്ധിപ്പിച്ച് LDF നില മെച്ചപ്പെടുത്തി. നിലവിലെ ഭരണസമിതിയിൽ അംഗമായ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് ജനറൽ വാർഡായ അരിയന്നൂരിൽ നിന്നുമാണ് വീണ്ടും ജനവിധി തേടി വിജയം കൊയ്തത്. മുൻ പഞ്ചായത്ത് അംഗങ്ങളായ VK ദാസൻ, സുൽഫത്ത് ബക്കർ, VV തിലകൻ എന്നിവരും LDFൽ നിന്ന് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ UDFന്റെ 4 അംഗങ്ങളും ആദ്യമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാണ് വിജയം വരിച്ചത്. സംസ്ഥാനത്താകമാനം UDF തരംഗം വീശിയടിച്ചപ്പോഴും കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ ഇളകാത്ത കോട്ടയായി നിലയുറപ്പിച്ച കാഴ്ചയാണ് വിധി നിർണയത്തിലൂടെ കാണാനാകുന്നത്.